ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഐസക് ജോൺ, ഈ പുതിയ സംഘർഷങ്ങളുടെ ഒരു തുടർച്ചയെ എങ്ങനെ കാണുന്നു? ഇസ്രായേൽ എന്തെല്ലാം ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും കൃത്യമായ മുന്നൊരുക്കങ്ങളോടെ ഇറാനെ ആക്രമിക്കാൻ പുറപ്പെട്ടിരിക്കുന്നത്? മൊസാദ് അതിനുള്ള വഴിയെല്ലാം വെട്ടിവെച്ചതിന് ശേഷം കൃത്യമായ പ്ലാനിങ്ങുകളോടുകൂടി ഇറാനെതിരെ ആക്രമണത്തിന് ഇസ്രായേൽ ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടാർഗറ്റ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കണം? മറ്റന്നാൾ ഒമാനിൽ വെച്ച് നടക്കുന്ന ഈ US ഇറാൻ ആണവ ചർച്ചയിൽ ഇറാനെ കൊണ്ട് ഈ കരാറിൽ ഒപ്പുവെപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഇസ്രായേൽ കണക്ക് കൂട്ടുന്നുണ്ടാകുമോ? അങ്ങ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു ആദ്യം തന്നെ പറയട്ടെ. ഇന്ന് US പ്രസിഡന്റ് ട്രംപ് ഇന്ന് നടത്തിയ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. എന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഞാൻ 60 ദിവസത്തിന് മുമ്പ് നിങ്ങൾക്ക് വാണിംഗ് തന്നു. ഏപ്രിൽ 12 ഞാൻ വാണിംഗ് തന്നു. നിങ്ങൾ 60 ദിവസം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ 60 ദിവസത്തിനുള്ളിൽ ഒരു ആണവ കരാറിൽ ഒപ്പിടാൻ നിങ്ങൾ സജ്ജമായില്ലെങ്കിൽ പ്രത്യാഘാതം നേരിടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് 60ാമത്തെ ദിവസമാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇതിനർത്ഥം 60 ദിവസത്തെ പ്രിപ്പറേഷൻസിന് ഒരു നോട്ടീസ് ഇസ്രായേലിന് ട്രംപ് കൊടുത്തു. ട്രംപിന്റെ ഒരു പ്രോക്സി നേഷനാണ് ഇസ്രായേൽ. അപ്പൊ ട്രംപ് കൊടുത്തു. ഇന്ന് 61ാമത്തെ ദിവസം, ഇന്ന് എന്താണ് ജൂൺ 13 ഇസ്രായേല് അടിച്ചു. അതായത് ഇറാൻ ഇപ്പൊ ഒരു ഷെൽഫ് ഷോക്ക് നിൽക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചോളം ഇത് അവർക്ക് പ്രതീക്ഷിക്കാവുന്നതിൽ കൂടുതലുള്ള ഒരു പ്രഹരമാണ് ഏറ്റത്. കാരണം അവരുടെ ശാസ്ത്രജ്ഞന്മാർ മാത്രമല്ല, ഉന്നത മേധാവികളെല്ലാം മാത്രമല്ല, അവരുടെ മിലിറ്ററി ഇൻസ്റ്റലേഷന്, മിസൈൽ സിസ്റ്റംസ് മിക്കവാറും തകരാറിലായി. അപ്പൊ അവർക്ക് ഇനി തിരിച്ചടിക്കാനുള്ള പ്രഹരശേഷി അവർക്കില്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു സിംബോളിക് ജസ്റ്ററായിട്ടാണ് ഒരു 100 ഡ്രോണിനെ, അത് 4 മണിക്കൂർ എടുക്കും ഇറാനിൽ നിന്ന് അവിടെ എത്താനായിട്ട്. ഇസ്രായേലിൽ നിന്ന് വരുന്ന എത്രയാണ് ഫൈറ്റർ ജെറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർ 200 ഫൈറ്റർ ജെറ്റ്സ് ആണ് ഉപയോഗിച്ചത് ഒരേ സമയം. അതിന് വേണ്ട എല്ലാ ഒത്താശകളും റീഫ്യൂലിംഗ് ഫെസിലിറ്റീസും കൊടുത്തത് US ആണ്. അപ്പൊ US അറിഞ്ഞുകൊണ്ട് തന്നെ, എന്നാൽ ചെയ്തൊരു വലിയൊരു ആസൂത്രിതമായിട്ടുള്ള വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഉള്ള ഒരു അറ്റാക്ക് ആയിരുന്നു. ഈ അറ്റാക്കിൽ കൂടി ഇറാന്റെ ഈ പ്രഹരശേഷിയുടെ ഒരു 50% തൽക്കാലത്തേക്കെങ്കിലും നിർജ്ജീവമാക്കാൻ കഴിഞ്ഞു. പിന്നെ അങ്ങ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന്. ഇത് എത്രയോ വർഷങ്ങളായിട്ട് നേരിടുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇറാന് ഒരു കഴിഞ്ഞ 45 വർഷമായിട്ട്, അല്ലെങ്കിൽ 45 വർഷമായിട്ടിലധികമായിട്ട് ഈ മിഡിൽ ഈസ്റ്റ് റീജിയനിലെ ഒരു പലരുടെ പേടി സ്വപ്നമാണ്. സമാധാനമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഇറാനും അതേപോലെ തന്നെ ഇസ്രായേലും കുറച്ച് ആൾക്കാർക്ക് അവരുടെ പ്രതിയോഗിക്കുന്ന ഒരു പേടി സ്വപ്നമാണ്. ഇത് രണ്ടുപേരും ഒരേപോലെയാണ്. ഇവിടെ 80 മുതൽ തുടങ്ങിയ ഇറാൻ ഇറാഖ് വാർ, അതിനുശേഷം ഉണ്ടായ എല്ലാ സംഘർഷങ്ങളിലും ഇറാൻ്റെതായ ഒരു മുദ്രയുണ്ടായിരുന്നു, ഇറാന്റെ കയ്യൊപ്പുണ്ടായിരുന്നു. അപ്പം അവര് ഈ സമയത്ത് കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെയുള്ള പല രാജ്യങ്ങൾക്കും ഭീഷണിയായിട്ട്, പ്രത്യേകിച്ച് ഇസ്രായേലിന് ഭീഷണിയായിട്ട് അവർ യുറേനിയം എൻറിച്ച്മെന്റ്, അതായത് ന്യൂക്ലിയർ വെപ്പൺ കേപ്പബിലിറ്റിയുള്ള, അതാണ് പറഞ്ഞത്, അതിന്റെ ഒരു യുറേനിയം എൻറിച്ച്മെന്റ് അതിപ്പോ 60% ഇനി ഒരു 10-15% കഴിഞ്ഞാൽ അവർക്ക് വെപ്പൺ ഉണ്ടാക്കാൻ, ന്യൂക്ലിയർ വെപ്പൺ, അതായത് മിസൈലിൽ കൊടുത്തുവിടാവുന്ന വെപ്പൺ ഉണ്ടാക്കാനുള്ള ശേഷി കിട്ടും. ഇതറിഞ്ഞുകൊണ്ടാണ് ഇത്രയും പരിഭ്രാന്തി കൊണ്ട് ഇസ്രായേല് ഈ ഒരു ഇതിനെ വളരെ കോഷ്യസ് ആയിട്ട് അവർ പല രീതിയിൽ വാൺ ചെയ്തു. അപ്പൊ കഴിഞ്ഞ 1.5 വർഷത്തിന് മുമ്പ് തുടങ്ങിയ ഗസ യുദ്ധം തന്നെ ഇപ്പൊ ഇറാൻ അവരുടെ പ്രോക്സികളായ ഹെസ്ബുള്ള, ഹൂത്തീസ്, അതുപോലെ തന്നെ ഹമാസ്, ഇവരെയൊക്കെ ഉപയോഗിച്ച് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നു, അവർ തിരിച്ചടിക്കുന്നു. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഈ ഒരു സംഭവത്തില് ഈ ലോകരാജ്യങ്ങളെല്ലാം വളരെ ആകുലതയോടുകൂടി, ആകാംക്ഷയോടുകൂടി, ഉത്കണ്ഠയോടു കൂടിയാണ് നോക്കിയിരുന്നത്. അതായത് യുറേനിയം എൻറിച്ച്മെന്റ് ഈ രീതിയിൽ പോകുന്നു. ഇറാൻ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാതെ ഒരു ടേബിളിലേക്ക് വരാതെ പോവുകയാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 60 ദിവസമായിട്ട് ഇപ്പൊ 6ാമത്തെ വട്ടം ചർച്ചയാണ് ഈ മറ്റന്നാൾ ഒമാൻ വെച്ച് നടക്കാനിരുന്നത്. അപ്പം ട്രംപിനെ സംബന്ധിച്ചോളം ട്രംപിന്റെ കാര്യങ്ങൾ പ്രവചിക്കാനൊക്കത്തില്ല. അദ്ദേഹം എന്ത് ചെയ്തു, 60 ദിവസത്തിന് മുമ്പ് കൊടുത്ത വാണിംഗ് യാഥാർത്ഥ്യമാക്കാനായിട്ട് ഈ അവസരം ഉപയോഗിച്ച് ഇസ്രായേലിന് ഒരു ചെറിയ മൗന അനുവാദം കൊടുത്തു. മൗന അനുവാദമോ അല്ലെങ്കിൽ പ്രത്യക്ഷമായുള്ള അനുവാദമോ കൊടുത്തു. ഇസ്രായേൽ കയറി കിട്ടിയ തക്കം നോക്കി
അവർ ശരിക്കും അടിച്ചു. അപ്പോൾ അവരുടെ 2 ആണവ നിലയങ്ങളിൽ ശരിക്കുമുള്ള പ്രഹരമേറ്റിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ആൾക്കാർക്ക് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യാനാവാത്ത രീതിയിലുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ മിസൈൽ സിസ്റ്റവും അവരുടെ റഡാർ സിസ്റ്റവും എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. ശ്രീ ഐസക് ജോൺ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ പിന്തുണയില്ലാതെ, അമേരിക്കയുടെ അനുവാദമില്ലാതെ ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ മറ്റന്നാൾ മസ്കത്തിൽ നടക്കുന്ന നിർണായകമായ ചർച്ചയ്ക്ക് മുമ്പ് ഇങ്ങനെ ഒരു ആക്രമണം അമേരിക്കയുടെ അനുവാദത്തോടു കൂടി ഇസ്രായേൽ നടത്തുന്നുണ്ടെങ്കിൽ അമേരിക്കയും ഇസ്രായേലും കാര്യമായി ചിലതൊക്കെ കണക്ക് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ആണവ കരാറിലേക്ക് ഇറാനെ കൊണ്ടുവരിക, അവരെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ആക്രമണങ്ങൾ കൊണ്ട് ഇറാൻ എത്ര കണ്ട് വഴങ്ങാൻ സാധ്യതയുണ്ട്? ഇറാൻ്റെ ചരിത്രവും ഇറാൻ്റെ സ്വഭാവവും അവരുടെ ഇതുവരെയുള്ള രീതികളുമൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ, വിലയിരുത്തുമ്പോൾ മറ്റന്നാൾ നടക്കുന്ന ചർച്ചയിലേക്ക് ഇറാൻ എങ്ങനെയായിരിക്കും കടന്നു വരാൻ പോകുന്നത്? ഇറാനെ സംബന്ധിച്ചോളം അവർക്ക് ഗതിമുട്ടി നിൽക്കുകയാണ്. അവർക്ക് 2 രീതിയിലുള്ള കാര്യമുണ്ട്. ഒന്ന്, അവരിനി ചർച്ചയിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് അവരുടെ മുഖം രക്ഷിക്കാൻ പോലും ആകാത്ത രീതിയിലുള്ള പ്രഹരമാണ് കിട്ടിയത്. കാരണം അത്രമാത്രം അവരെ ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അവരെ സംബന്ധിച്ചോളം ഒരു ഹ്യൂമിലിയേറ്റിംഗ്, അതായത് അവരുടെ സൈനിക മേധാവികളെ എല്ലാം വധിച്ചു കഴിഞ്ഞു. അവർക്ക് ഇനി തിരിച്ചടിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അവർക്ക് തിരിച്ചടിക്കാനുള്ള പ്രഹരശേഷിയില്ല. ഈ അവസ്ഥയിൽ അവർ ഏറ്റവും നേരിടുന്ന വലിയൊരു ഡിലമയാണ് ഇപ്പൊ നേരിടുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ ഈ ഞായറാഴ്ച നടക്കാനിരുന്ന, ഒമാനിൽ നടക്കാനിരുന്ന ചർച്ചയിൽ അവർക്ക് പങ്കെടുക്കുമെന്നുള്ള കാര്യം എനിക്ക് വളരെ സംശയമുണ്ട്. അത് നടക്കത്തില്ല. മാത്രമല്ല, അവരിനിയും ഇപ്പോഴത്തെ അവർ സ്തംഭിച്ചിരിക്കുകയാണ്, ഷെൽ ഷോക്ക്ഡായിട്ടിരിക്കുകയാണ്. അവരൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്. അപ്പൊ ഈ ഒരു ദിവസം, ഇനി 1-2 ദിവസം എടുക്കും അവരുടെ സമനില അല്ലെങ്കിൽ അവിടെ അത് വീണ്ടെടുക്കുവാനായിട്ട്. പിന്നീടുള്ള പ്ലാനിങ് അതാണ്. ഇസ്രായേൽ പറഞ്ഞ പോലെ ഇത് 1-2 ദിവസം കൊണ്ട് നീണ്ടു നിൽക്കുന്ന യുദ്ധമായിരിക്കത്തില്ല. നടക്കാൻ പോകുന്ന ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇസ്രായേൽ ഈസ് ഫുള്ളി പ്രിപ്പയർഡ്. ഇറാൻ മാത്രമാണ് ഇത്രയും ഒരു പ്രിപ്പയർഡ്നെസ് അവർക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നും മാത്രമല്ല, അവരുടെ പറഞ്ഞ ആയുധങ്ങളിലെ മിസൈൽ ശേഷിയും റഡാർ സംവിധാനങ്ങളും എല്ലാം ഒരു പകുതിയോളം നിർജ്ജീവമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് അവരുടേതായ സമയമാണ് തിരിച്ചടിക്കാനായിട്ട്. ഇന്ന് കാണിച്ചത് വെറും ഒരു പ്രഹസനം മാത്രമാണ്. 100 ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്രായേലിനെതിരെ വിടുക എന്ന് പറഞ്ഞാൽ 1000കണക്കിന് മിസൈൽ വിട്ടിട്ട് പോലും അവർ അതിൽ നിന്ന് കയറുകയാണ്. അപ്പൊ അതൊരു സിംബോളിക് ജസ്റ്റർ ആയിരുന്നു. ഇനി എനിക്ക് തോന്നുന്നു അടുത്ത 2-3 ദിവസത്തിനകം ഇറാന് അവിടെ എല്ലാ ശക്തിയും സമാഹരിച്ചുകൊണ്ട് ഒരു പ്ലാൻ കുറച്ചുകൂടെ കാര്യമായിട്ട്, കാരണം അവരുടെ പ്രതിയോഗി നിസ്സാരക്കാരനല്ല, പയറ്റി തെളിഞ്ഞതാണ്. ഇസ്രായേൽ എത്രയോ സൂക്ഷ്മ പ്രസിഷൻ ബോംബിങ്ങും പ്രസിഷൻ അറ്റാക്ക് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അമേരിക്കയുടെ സഹായമില്ലാതെ ഒരിക്കലും നടക്കത്തില്ലായിരുന്നു. അപ്പോൾ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരു പശ്ചാത്തലം ഒരുങ്ങി കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ ഇവിടെയുള്ള എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഉടനെ ഒന്നും ഇനി ഫ്ലൈറ്റ് റെസ്യൂം ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇവിടെ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേക്കാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത്. പക്ഷേ അതിനുള്ള കെൽപ്പും ശേഷിയും ഇറാൻ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്താണ് എന്നോടാണ്? ഞാൻ കേട്ടില്ല ചോദ്യം. നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിനും എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളുമായാണ് ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിനുള്ള ശേഷിയും ആരോഗ്യവും ഇറാൻ ഉണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നതായിരുന്നു ചോദ്യം. ഇല്ല, ഇറാൻ ഇല്ല, അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അതല്ലേ പറഞ്ഞു, അവരൊരു സിറ്റുവേഷൻ വളരെ പതറ്റിക്കാണ്. അപ്പൊ പണ്ട് നിങ്ങൾ ഒക്കെ ഓർമ്മയുണ്ടായിരിക്കും, ഇറാഖ് പറഞ്ഞത്, സദാം ഹുസൈൻ പറഞ്ഞത്, യു ആർ ഗോയിങ് ടു സീ ദ മദർ ഓഫ് ഓൾ വാഴ്സ് എന്ന് പറഞ്ഞു. മദർ ഓഫ് ഓൾ വാഴ്സ്, അതായത് അത്ര വലിയ കാര്യം പറഞ്ഞിട്ട് അവസാനം വന്നപ്പോൾ ഒന്നും ഇല്ലാതായി തീർന്ന ആ ഒരു അവസ്ഥ കണ്ടില്ലേ? ഇതേ രീതിയിലുള്ള ഒരു അവസ്ഥ, അതിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇറാൻ നേരിടുന്നത്. ശരി, വ്യക്തമാണ്. താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. മറ്റന്നാൾ നടക്കുന്ന, അതായത് മസ്കറ്റിൽ വെച്ച് നടക്കുന്ന നിർണായകമായ US ഇറാൻ ആണവ ചർച്ചയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നാണ് അങ്ങ് സൂചിപ്പിക്കുന്നത്. ഒരു പക്ഷേ ശരിയായിരിക്കാം. സാഹചര്യം ഇത്രയുമേൽ വഷളായ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും ഇറാൻ ഇത്രയും വലിയ പ്രഹരമേറ്റ സാഹചര്യത്തിൽ, അവരുടെ സൈനിക മേഖലയിലെ, അവരുടെ ആണവരംഗത്തെ ബുദ്ധി കേന്ദ്രങ്ങളെ അടക്കം ഇസ്രായേൽ കുന്നു തള്ളിയ സാഹചര്യത്തിൽ മറ്റന്നാൾ നടക്കുന്ന ഒരു ചർച്ചയിൽ ഇറാൻ ഒരു കാരണവശാലും പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ